നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ദ കിഡ്സ് എജു സോണിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ അധ്യായമാണ് നമ്മൾ നോക്കുന്നത്. ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായ ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ചിത്രം എന്ന കവിതയാണ് ആദ്യ യൂണിറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത്. ആ കവിതയുടെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിശദീകരണവും മറ്റുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കൂട്ടുകാർക്ക് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റ് കൂട്ടുകാർക്ക് കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് കവിതയിൽ തന്നിരിക്കുന്ന ചില വാക്കുകളും അവയുടെ അർത്ഥവും കൂട്ടുകാർക്ക് അപരിചിതമായി തോന്നിയേക്കാം. അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം വരുന്ന ഒരു വാക്കാണ് മെയ്. മെയ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടുകാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. മെയ് എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. അടുത്ത ഒരു വാക്ക് പൈക്കറ എന്നാണ്. പൈക്കറ എന്ന വാക്കിൻ്റെ അർത്ഥം പശുവിനെ കറക്കൽ എന്നാണ്. മറ്റൊരു വാക്ക് വ്രാതം. വ്രാതം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ്. പേർത്തും എന്നൊരു വാക്ക് പാഠഭാഗത്ത് വരുന്നുണ്ട്. പേർത്തും എന്നാൽ പിന്നെയും എന്നാണ് അർത്ഥം. അണച്ചു എന്ന വാക്ക് വരുന്നുണ്ട്. അമ്മ ഉണ്ണിക്കണ്ണനെ ചേർത്ത് അണച്ചു. അണച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ചേർത്ത് നിർത്തുക എന്നാണ്. അടുത്ത വാക്ക് പ്രീത എന്നാണ്. പ്രീത എന്നാൽ സന്തുഷ്ട എന്നാണ് അർത്ഥം. പാലഞ്ചും എന്നൊരു വാക്ക് പാഠഭാഗത്തുണ്ട്. പാലഞ്ചും എന്ന് പറഞ്ഞാൽ പാലിനെ തോൽപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. അടുത്ത വാക്ക് നെടുതായി എന്നാണ്. പാഠഭാഗത്ത് താമരത്താരിതൽ പോലെ നെടുതായി എന്ന് പറയുന്നുണ്ട് അല്ലേ. നെടുതായി എന്ന വാക്കിൻ്റെ അർത്ഥം നെടുത് എന്നാൽ നീളമുള്ളത് എന്നാണ് അർത്ഥം. അടുത്തൊരു വാക്ക് ഹർഷം ആണ്. ഹർഷം എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ്. വക്ത്രം എന്നൊരു വാക്ക് വരുന്നുണ്ട്. വക്ത്രം എന്ന വാക്ക് കൂട്ടുകാർക്കറിയാം മുഖം എന്നാണ്. രമ്യം. രമ്യം എന്ന വാക്കിൻ്റെ അർത്ഥം മനോഹരം എന്നാണ്. ആനനം, നേരത്തെ നമ്മൾ വക്ത്രം പറഞ്ഞതുപോലെ തന്നെ ആനനം എന്ന വാക്കിൻ്റെയും അർത്ഥം മുഖം എന്നാണ്. പിന്നെ ഒരു വാക്ക് വരുന്നത് പുന്മോർ എന്നാണ്. പുന്മോർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട് അല്ലേ. പുന്മോർ എന്ന് പറഞ്ഞാൽ പുൽകുന്നവർ അല്ലെങ്കിൽ പുണരുന്നവർ, ആലിംഗനം ചെയ്യുന്നവർ എന്നൊക്കെ അർത്ഥം. ലാവണ്യം. ലാവണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം സൗന്ദര്യം എന്നാണ്. ദുക്തം. ദുക്തം എന്ന വാക്കിൻ്റെ അർത്ഥം പാൽ എന്നാണ്. അടുത്തത് നമുക്ക് പാഠഭാഗത്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വായിക്കാം പറയാം എന്ന ഭാഗത്ത് തന്നിരിക്കുന്ന ആദ്യ ചോദ്യം, നീയത് കാണുക. കവി ആരെയാണ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്? നീയത് കാണുക എന്ന് പറഞ്ഞിട്ട് കവി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആരെയാണ് ചൂണ്ടിക്കാട്ടി തരുന്നത് അല്ലേ. പാഠഭാഗത്തിൻ്റെ ആദ്യം ആണ് ഇത് പറയുന്നത്. കവി നമ്മളോട് പറയുന്നുണ്ട് എന്താണ്? നീയത് കാണുക ഒരു ആൺകുഞ്ഞിതാ അല്ലേ. അപ്പോൾ ഒരു ആൺകുഞ്ഞിനെയാണ് കാണാൻ പറയുന്നത്. ആരാണ് ആൺകുഞ്ഞ്? നമുക്കറിയാം, ഉണ്ണിക്കണ്ണനാണ്. അപ്പോൾ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? പശുവിനെ കറക്കുന്ന അമ്മയുടെ ദേഹത്ത് കയ്യിൽ ചെറിയ പാൽപാത്രവുമായി ചാരി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കവി ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ബാലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് ബാലൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നത്? പാഠഭാഗത്തിന് പറയുന്നുണ്ട്. എന്താണ്? അമ്മ എന്ത് ചെയ്തു? അപ്പോൾ കറന്നെടുത്ത ഇളം ചൂടുള്ള പാൽ എന്ത് ചെയ്തു? ഉണ്ണിക്കണ്ണനെ കൊടുത്തു. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നത്. ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? അമ്മ അപ്പോൾ കറന്നെടുത്ത ഇളം ചൂടുള്ള പാല് തൻ്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് പകർന്നു നൽകിയതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ഈ കുഞ്ഞിനെ കണ്ടാൽ ആർക്കും എടുത്ത് ഉമ്മ വച്ചിടുവാൻ തോന്നും. എന്തുകൊണ്ടാണ് എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. എന്താ? കുട്ടിയുടെ അത്രയും മനോഹരമായ മുഖം അല്ലെങ്കിൽ അവൻ്റെ ഭംഗി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആർക്കും ഉമ്മ വയ്ക്കാൻ തോന്നുന്നത്. ഉത്തരം എങ്ങനെ എഴുതാം? താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളാണ് ഉണ്ണിക്കണ്ണന്. അവയിൽ എപ്പോഴും പ്രേമവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു. മനോഹരമായ അവൻ്റെ ഓമന മുഖം ഒന്ന് കണ്ടാൽ ആർക്കും ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വച്ചിടുവാൻ തോന്നും. ഓക്കെ. അടുത്തത് പാഠഭാഗത്തു നിന്നും ഒരു വരി കണ്ടെത്തി എഴുതുവാനുള്ള ചോദ്യമാണ്. ചോദ്യം, ഉണ്ണിയുടെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഏത് വരിയാണ് ഉണ്ണിയുടെ കണ്ണുകളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. എന്താണ്? താമരത്താരിതൽ പോലെ നടുതായി തൂമയ്യെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണിതൻ ഓമന വക്ത്രം ഇതെത്ര രമ്യം.
മനോഹരമായ അവൻ്റെ മുഖത്തെ അവൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഇവയാണ്. ഇത് കൂട്ടുകാർ എഴുതുക. അടുത്തതായി പദപരിചയം എന്ന ഭാഗമാണ്. അവിടെ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകളുടെ അർത്ഥമെല്ലാം നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കി കൂട്ടുകാർ എഴുതിയെടുത്ത് മനസ്സിലാക്കുക. അടുത്തതായി അക്ഷരങ്ങൾ വരികൾ എന്ന പേരിൽ തന്നിരിക്കുന്ന പഠന പ്രവർത്തനമാണ്. തന്നിരിക്കുന്ന വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നത് കൂട്ടുകാർക്ക് കാണാം അല്ലേ? അതുപോലെ ഈ പാഠഭാഗത്തു നിന്നും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്ന മറ്റു വരികൾ കണ്ടെത്തി എഴുതുവാനാണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കവിതയിലെ വരികളിൽ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നതിനെ ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് പറയുന്നത്. വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ കഴിയും. ഈ കവിത കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ കവിതയിലുടനീളം ദ്വിതീയാക്ഷരപ്രാസമാണ് ആരുപയോഗിച്ചിരിക്കുന്നത്, കവി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വരികൾ അതിൻ്റെ ഉത്തരമായി എടുത്ത് എഴുതാവുന്നതാണ്. അടുത്തതായി പ്രയോഗഭംഗി കണ്ടെത്തുവാനുള്ള ചോദ്യമാണ്. കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ പാലഞ്ചും പുഞ്ചിരി എന്നാണ് കവി വിശേഷിപ്പിച്ചത് അല്ലേ? ഇവിടെ എന്തു പ്രത്യേകതയാണ് അല്ലെങ്കിൽ എന്ത് മനോഹാരിതയാണ് കവി ഈ പ്രയോഗത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് എന്നാണ് എഴുതേണ്ടത്. നമുക്കറിയാം, പാലഞ്ചും എന്ന വാക്കിൻ്റെ അർത്ഥം പാലിനെ തോൽപ്പിക്കുന്നത് എന്നാണ്. ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിയെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നിരിക്കുന്നത്, പാലിനെ തോൽപ്പിക്കുന്ന പുഞ്ചിരി എന്ന് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇത്രയും മനോഹരമായ പുഞ്ചിരി ആയതുകൊണ്ടായിരിക്കും എന്ത് ചെയ്തത്, കവി ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രയോഗ ഭംഗി നമുക്ക് എങ്ങനെ എഴുതാം? ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ പുഞ്ചിരിയെ പാലിനെ തോൽപ്പിക്കുന്ന പുഞ്ചിരി എന്നാണ് കവി വർണ്ണിക്കുന്നത്. പാല് പോലെ വെളുത്ത കുഞ്ഞിപ്പല്ലുകൾ കാട്ടിയുള്ള ഉണ്ണിക്കണ്ണൻ്റെ ചിരിയുടെ മനോഹാരിത മുഴുവൻ വ്യക്തമാക്കുവാൻ ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം വിശകലനം ചെയ്യുക എന്ന ഭാഗമാണ്. അവിടുത്തെ ആദ്യത്തെ ചോദ്യം ഉണ്ണിയുടെ കണ്ണുകളെ താമരത്താരിതൽ പോലെ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം എന്ത് എന്നെഴുതാനാണ്. ഉത്തരം നമുക്കിങ്ങനെ എഴുതാം. ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ കണ്ണുകൾ താമര ഇതൾ പോലെ നീണ്ടവയാണ്. നീല ജലാശയത്തെ സൂചിപ്പിക്കുന്ന കൃഷ്ണൻ്റെ നിറവും അതിൽ താമര ഇതളുകൾ പോലെ വിടർന്ന് ഭംഗിയേറിയ കണ്ണുകളും ഉണ്ണിക്കണ്ണൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണിക്കണ്ണൻ്റെ കണ്ണുകളെ താമരത്താരിതൽ എന്ന് വിശേഷിപ്പിച്ചത് ഔചിത്യപൂർണമാണ് എന്ന് കാണാം. ഈ ഭാഗത്തെ അടുത്ത ചോദ്യം പാലും വെണ്ണയും ഉണ്ണിക്കണ്ണന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് കൂട്ടുകാർക്കറിയാം. അപ്പോൾ ഇവിടെ കവി എങ്ങനെയാണ് കണ്ണൻ്റെ സൗന്ദര്യവുമായി ഇവയെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. ഉത്തരം മനോഹരമായ പാല് കടഞ്ഞെടുത്ത വെണ്ണയാൽ ഉണ്ടാക്കിയതാണോ ഉണ്ണിക്കണ്ണൻ്റെ ശരീരം എന്ന് കവി ആശ്ചര്യപ്പെടുന്നു. പാലിൻ്റെ മനോഹാരിതയും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന വെണ്ണയുടെ നൈർമല്യവും എല്ലാം ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിലും കവിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പാലും വെണ്ണയും കണ്ണൻ്റെ സൗന്ദര്യവുമായി കവി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി വർണ്ണിക്കാം എന്ന ഭാഗത്ത് ഈ കവിതയിലെ രംഗം സ്വന്തം ഭാഷയിൽ വർണ്ണിച്ചെഴുതുവാനാണ് കൂട്ടുകാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കവിത 1-2 തവണ വായിച്ചാൽ കവിതയുടെ ആശയം കൂട്ടുകാർക്ക് മനസ്സിലാകും. അത് സ്വന്തം വാക്യത്തിൽ എഴുതിയാൽ മതിയാകും. കൂട്ടുകാരുടെ സഹായത്തിനായി ഒരു മാതൃക ഇവിടെ കൊടുക്കാം. അത് വായിച്ചു മനസ്സിലാക്കിയ ശേഷം കൂട്ടുകാർ സ്വന്തം വാക്യത്തിൽ ഉത്തരം എഴുതി ശീലിക്കുക. നോക്കാം നമുക്ക്. പശുവിനെ കറക്കുന്ന അമ്മയുടെ അടുക്കലേക്ക് കയ്യിൽ ചെറിയ പാൽപാത്രവുമായി ഉണ്ണിക്കണ്ണൻ വന്നു. അമ്മയുടെ ദേഹത്തേക്ക് അവൻ ചാരി നിന്നു. മനോഹരമായ വളകൾ അണിഞ്ഞ കൈകൊണ്ട് അമ്മ അവനെ തന്നിലേക്ക് ചേർത്തു നിർത്തി. അപ്പോൾ കറന്നെടുത്ത ഇളം ചൂടുള്ള പാല് അവൻ്റെ പാത്രത്തിലേക്ക് പകർന്നു കൊടുത്തു. ഇത് കണ്ട് ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ ചുണ്ടിൽ പാലിനെപ്പോലും തോൽപ്പിക്കുന്ന പുഞ്ചിരി വിടർന്നു. താമരയിതൾ പോലെ മനോഹരമായ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ പ്രേമവും സന്തോഷവുമെല്ലാം അവൻ്റെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടി. ഈ മനോഹരമായ മുഖം കണ്ടാൽ ആർക്കും ആ ഉണ്ണിയെടുത്ത് ഒന്ന് ഉമ്മ വയ്ക്കുവാൻ തോന്നും. മനോഹരമായ പാല് കടഞ്ഞെടുത്ത തൂവെണ്ണയെ തോൽപ്പിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തെ പുൽകുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഇങ്ങനെയാണ് ഉത്തര മാതൃക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്തിലെ ബാക്കി അധ്യായങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുരക്ഷിതരായിരിക്കുക. നന്ദി, നമസ്കാരം.